ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് രാജുവിൻ്റെ വീടാണ്. നാളെ ഈ വിവാഹം നടന്നില്ലെങ്കിൽ ഞാൻ എന്താണെങ്കിലും ജീവനോടെ ഉണ്ടാകില്ലെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് രാധമ്മ. പിന്നാലെ തന്നെ കൊച്ചമണിയും അകത്തേക്ക് പോകുമ്പോൾ അങ്ങോട്ടേക്ക് ശ്രീലക്ഷ്മിയും ഹരീഷും കൂടി വരികയാണ്. തുടർന്ന് ഹരീഷ് പറയുകയാണ്, രാജുവേട്ട നന്ദിയുണ്ട്, രാജുവേട്ടൻ ഒരു നല്ല മനസ്സിനുടമയാണ്. രാജുവേട്ടൻ എൻ്റെ പെങ്ങളെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചതുകൊണ്ട് മാത്രമാണ് ഞാനും ഇവളും ഇപ്പോൾ ജീവിതത്തിൽ രക്ഷപ്പെട്ടു നിൽക്കുന്നത്. തുടർന്ന് ജയൻ പറയുകയാണ്, എടാ നമ്മുടെ അളിയൻ രാജു ഉണ്ടല്ലോ, മനസാക്ഷിയുള്ളവനാ, അതുകൊണ്ടല്ലേ അവന് രമ്യയെ ഇഷ്ടമില്ലാഞ്ഞിട്ട് കൂടി നമുക്കൊക്കെ വേണ്ടി കല്യാണം കഴിക്കാമെന്ന് സമ്മതിച്ചത് തന്നെ. ഇത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് രമ്യയും രുക്മിണിയും കൂടി വരുന്നത്. ആരാ ജയേട്ടാ പറഞ്ഞത് രാജുവിന് എന്നെ ഇഷ്ടമില്ലെന്ന്? ഞങ്ങൾ തമ്മിൽ കുട്ടിക്കാലം മുതലുള്ള പ്രേമമല്ല. അല്ല, രാധമ്മ എവിടെയെന്ന് രുക്മിണി ചോദിക്കുന്നു. അതേസമയം രാധമ്മ പുറത്തേക്ക് വരും. രുക്മിണി പറയുകയാണ്, അതേ രാധമ്മേ, ഞാൻ തന്ന വാക്ക് പാലിക്കാൻ വേണ്ടി ഞാനിപ്പോ വന്നത്. നാളെ വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ ഹരീഷിന്റെ പേരിലുള്ള സ്ഥലത്തിന്റെയും സ്വത്തിന്റെയും ഒക്കെ രജിസ്ട്രേഷൻ നടക്കുക തന്നെ ചെയ്യും. ഇവരെ രണ്ടിനെയും ഞാൻ എന്റെ മക്കളായി സ്വീകരിക്കുകയും ചെയ്യും. എന്റെ സ്ഥലത്തിന്റെ രജിസ്ട്രേഷന്റെ കാര്യം മറക്കണ്ടെന്ന് കൊച്ചമ്മണി പറയുമ്പോ അതും ചെയ്യാമെന്ന് രമ്യ പറയുകയാണ്. അതിനുശേഷം രുക്മിണിയോട് പറയുകയാണ്, ഇപ്പൊ തന്നെ ഞാൻ കൊടുക്കും, അവര് നോക്കിയിരിക്കത്തേ ഉള്ളൂ. തുടർന്ന് എല്ലാവരും അവിടെ നിന്ന് പോകുമ്പോൾ ആകെ തകർന്നു നിൽക്കുകയാണ് രാജു. രാജുവിന്റെ അവസ്ഥ കണ്ട് ഒന്നും ചെയ്യാനാകാതെ വിഷമത്തോടെ നിൽക്കുന്ന വേണുവിനെയാണ് കാണിക്കുന്നത്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് രാജുവിന്റെ വീട്ടിൽ ഹൽദി ആഘോഷങ്ങൾക്കുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞിരിക്കുന്നതാണ്. അതേസമയം പുറത്തിരിക്കുന്ന രാജു ബൈക്ക് എടുത്തുകൊണ്ട് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടാലോ എന്ന് മനസ്സിൽ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ചടങ്ങിനായി രമ്യയും രുക്മിണിയും ഒക്കെ എത്തിയിരിക്കുന്നതാണ്. അല്ല, രാജുവെന്തേ? ഇനി അവനെങ്ങാനും നമ്മളെ ചതിക്കുമോ രാധമ്മയെന്ന് രുക്മിണി ചോദിക്കുമ്പോൾ, അങ്ങനെ ചതിക്കണമെങ്കിൽ അവനെന്റെ മകനല്ലായിരിക്കണമെന്ന് രാധമ്മയും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് കൊച്ചമണി രാജുവിനെ വിളിച്ചുകൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നതാണ്. വേണുവിന്റെ അടുത്തേക്ക് ചെന്ന് അച്ഛൻ വരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ, ദേ തള്ളേ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആരുടെയും അച്ഛനല്ലെന്ന്. ഞാനൊരു മഞ്ഞൾ കല്യാണത്തിനുമില്ല, മുളക് കല്യാണത്തിനുമില്ല. ഇവിടെ പെണ്ണുങ്ങളുടെ ഭരണമല്ലേ നടക്കുന്നത്, അത് അങ്ങനെ തന്നെ നടക്കട്ടെ. എനിക്കറിയാം ഇപ്പൊ നിങ്ങളുടെ ദേഷ്യമൊക്കെ എന്തിനാണെന്ന്. എന്താണെങ്കിലും ഞാൻ തന്നെ ഈ കല്യാണം മുടക്കിത്തരാം. നാട്ടിലൊക്കെ എന്നെ എല്ലാവരും കല്യാണം മുടക്കിയെന്നാ വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചമണി പുറത്തേക്കിറങ്ങി ചെല്ലുകയാണ്. തുടർന്ന് രാജുവിനോട് എന്താ മഞ്ഞൾ കല്യാണത്തിന് വരാത്തതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് താല്പര്യമില്ലെന്ന് രാജു പറയുന്നു. തുടർന്ന് ജയനും പ്രിയയും വന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഞാൻ വരുന്നില്ലെന്ന് തന്നെ തീർത്ത് പറയുകയാണ് രാജു. ശരി, അളിയൻ വരണ്ട. അളിയൻ വന്നില്ലെങ്കിലേ ഇന്നിവിടെ ഒരു മൃതശരീരം അളിയന്റെ അമ്മയുടേത് തന്നെ, അളിയനെന്ന് ഓർത്തു നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ബലമായി രാജുവിനെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവുകയാണ് ജയനും പ്രിയയും. അങ്ങനെ രാജുവിന്റെയും രമ്യയുടെയും ഹൽദി ചടങ്ങ് നടക്കുന്നതാണ് കാണിക്കുന്നത്. ഇത് എങ്ങനെയെങ്കിലും അവളെ ഒന്ന് അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രമ്യ രാജുവിനെ കൂട്ടിക്കൊണ്ട് സെൽഫി എടുക്കുകയാണ്. തുടർന്ന് രമ്യ അപ്പൊ തന്നെ അത് അംബികയ്ക്കും അയച്ചു കൊടുക്കുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രതാപന്റെ വീടാണ്. അപ്പവും ഋതികയും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അംബിക ചെല്ലുകയാണ്. രാജു നിന്നെ തേച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മഞ്ഞൾ കല്യാണത്തിന്റെ ഫോട്ടോ അംബിക ഋതികയ്ക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അത് കണ്ട് ആകെ തകർന്നിരിക്കുകയാണ് ഋതിക. ആ കാഴ്ച കണ്ട് സന്തോഷത്തോടെ അംബിക അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് സരസ്വതി തമ്പുരാട്ടി ആ ഫോട്ടോ കാണുന്നതാണ്. എന്റെ മോളെ, നീ ഇങ്ങനെ കരയാതെ. എന്താണെങ്കിലും രാജു നിന്നെ ചതിക്കില്ല. നിന്നെ എന്നല്ല, നിന്നെയോ നിന്റെ അച്ഛനെയോ ഒന്നും തന്നെ ചതിക്കാൻ രാജുവിനെ കൊണ്ടാകില്ല. ദൈവം എന്താണെങ്കിലും നമ്മുടെ കൂടെ തന്നെയാണ്. എന്താണെങ്കിലും എന്റെ പൊന്നുമോള് കരയാതിരിക്ക്. പിന്നീട് കാണിക്കുന്നത് പ്രതാപനെയാണ്. ഒരു വിവാഹ വീടായിട്ട് അതിന്റെ ഒരു ഒച്ചയോ അനക്കമോ ഒന്നും തന്നെ ഈ വീട്ടിലില്ല. സാധാരണ ഇവിടെ എന്ത് ചടങ്ങ് നടന്നാലും രാജു ആയിരുന്നു അതിന്റെ സംഘാടകൻ എന്നൊക്കെ പ്രതാപൻ പറയുമ്പോ ശേഖരൻ പറയുകയാണ്, കല്യാണ ചെറുക്കനെ പിടിച്ച് ഓരോന്ന് ഏൽപ്പിക്കാൻ പറ്റില്ലല്ലോ ചേട്ടാ. ദീപകിനെ എന്താണെങ്കിലും ഒരു കാര്യവും ഏൽപ്പിക്കാനും പറ്റില്ലെന്ന് പ്രതാപൻ പറയുന്നു. തുടർന്ന് പ്രതാപൻ രാജുവിന്റെ ഫോണിലേക്ക് വിളിക്കുന്നതാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.